സർ, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സഹകരണ സംഘം തുടങ്ങുന്നു. എന്നിട്ട് അവിടുത്തെ റോഡുകൾ, പാലങ്ങളൊക്കെ തുടങ്ങിയത് സ്വാമി ആണ്. പക്ഷേ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ്. പക്ഷേ നല്ല സംരംഭമായിരുന്നു. പതിയെ പതിയെ അത് ഉയർന്നു വന്നു. പിന്നീട് ഈ ഊരാളുങ്കൽ റോഡ് പണിഞ്ഞാൽ മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തി. പിന്നീട് പതുക്കെ ഇതിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് നീളുന്നു എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് നീങ്ങുന്നു. അവിടുത്തെ പല കോൺട്രാക്റ്റുകളും അവരിലേക്ക് വരുന്നു. എന്തിന്? IT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലെ ഊരാളുങ്കലാണ് കോൺട്രാക്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന ചില അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നു. സത്യത്തിൽ ഊരാളുങ്കലിന് അതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഗവൺമെൻറ് ചെയ്ത ചില വിട്ടുവീഴ്ചകളല്ലേ ഈ സർക്കാരിൻ്റെ കാലത്ത്? ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ തുടർച്ചയായിട്ടാണ് കാണുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം ഊരാളുങ്കലിന് ധാരാളം വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ടെൻഡറിലൊന്നും പങ്കെടുക്കാതെ തന്നെ നേരിട്ട് ഊരാളുങ്കലിന് വർക്ക് അവാർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു നിയമം വന്നിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള CM രവീന്ദ്രനും ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അവിടെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കുറെ വണ്ടികൾ അവിടെ ഉണ്ടെന്നോ, ഇതിന്റെ ന്യായാന്യായങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ നേരത്തെ ആ ബിരിയാണി ചെമ്പിന്റെ കാലത്തോ സ്വർണ്ണക്കടത്തിന്റെ കാലത്തോ ഒക്കെ ഊരാളുങ്കലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ വന്നിരുന്നതാണ് ആ സമയത്ത്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി സാധാരണഗതിയിൽ ഈ സ്കൂൾ പണിയോ പാലം പണിയോ റോഡ് പണിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള കരാറ് ഇവർക്ക് കൊടുക്കുന്നത്. എൻ്റെ ഓർമ്മ ഹിമാചൽ പ്രദേശിലെ നിയമസഭയാണ് ആദ്യം ഈ ഡിജിറ്റൈസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മ, കടലാസ് ഇല്ലാത്ത. അങ്ങനെയാണെങ്കിൽ അവിടെ ശരിക്കും ഒരു കമ്പനി ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ സിനിജി സാധാരണഗതിയിൽ അവർക്ക് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പൂർണ്ണമായി കഴിഞ്ഞതാണ് ആ കമ്പനിക്ക്. ഹിമാചലിലെ ആ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറച്ച് ചെയ്യാൻ പറ്റും. കാരണം ഒരു നിയമസഭയ്ക്ക് വേണ്ടി ഒരു കമ്പനി, ഏതാ കമ്പനി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഓർമ്മയില്ല, ആ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ സേവനം വീണ്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് പിന്നീട് വികസിപ്പിക്കണ്ടല്ലോ. വേണ്ട. സോഫ്റ്റ്വെയർ ഓൾറെഡി അവൈലബിൾ ആണല്ലോ. അത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കോൺഫറൻസിങ് ഉണ്ടല്ലോ. വീഡിയോ കോൺഫറൻസിങ്ങിന് നമ്മുടെ ആലപ്പുഴയിലെ സെബാസ്റ്റ്യന്റെ കമ്പനി ഒരു പുതിയ സംവിധാനം സൂം ഒന്നും അല്ലാതെ ഒരെണ്ണം വികസിപ്പിച്ചല്ലോ. വികസിപ്പിക്കുമ്പോൾ ആദ്യം ഏതൊരു കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പിന്നെ ആളുകൾക്ക് വിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി ചീപ്പാവില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഹിമാചൽ നിയമസഭ, ശരിക്കും ഹിമാചൽ പ്രദേശ് ഇപ്പൊ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. പെൻഷൻ തന്നെ MLA-മാർക്കും മുൻ MLA-മാർക്ക് തന്നെ പെൻഷൻ കൊടുക്കാനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്തു. അപ്പൊ ആ കമ്പനിയെ തേടിപ്പിടിച്ച് അവരോട് തന്നെ ഇതും കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഊരാളുങ്കലിന് ഇതില് ഒരു പ്രാവീണ്യമില്ലാത്ത കമ്പനിയാണ്. ഊരാളുങ്കൽ സാധാരണ തന്നെ ഈ പ്രാവീണ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നാളെ പിണറായി വിജയൻ പറഞ്ഞാൽ അവർ വിമാനം ഉണ്ടാക്കും അല്ലേ? അതെ. ഊരാളുങ്കലിന് ആ കരാറ് കൊടുക്കാനും പിണറായി വിജയനും ബുദ്ധിമുട്ടില്ല, പല കാര്യങ്ങളും ബാഹ്യ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു സബ് കോൺട്രാക്ട് ആണ് കൊടുക്കുക. ഇപ്പൊ അവര് പണിത് ഏതൊരു പാലം ഒരു സ്ഥലത്ത് പൊളിഞ്ഞില്ലേ? അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഈ IT പ്രാവീണ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് അത് ഉപകരാറ് കൊടുക്കും. ഉപകരാറ് കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടായിരിക്കും തുക വരുന്നത്. കാരണം ഇവർക്ക് ലാഭം വേണമല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ വയനാട്ടില് ചുരൽമല, അവിടെ വീട് വെക്കുന്നത് ഊരാളുങ്കലാണ്. വീട് വെച്ച് പരിചയമുള്ള ആർക്കിടെക്റ്റുകളൊക്കെ ധാരാളം ഉണ്ട്. ഇത് റെസിസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ തന്നെ ചെയ്യാവുന്ന ആളുകളൊക്കെ പിന്നീട് രംഗത്തും വന്നു. ഇതിനാണോ ഇത്ര 25 ലക്ഷം രൂപ ആ വീട് കണ്ടിട്ട് ഇതിന് ഇത്ര പൈസയോ, 15 ലക്ഷം രൂപയ്ക്ക് ചെയ്തിട്ടുള്ളത് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ എന്ത് കരാറ് കൊടുക്കുമ്പോഴും ഊരാളുങ്കലിനെ പരിഗണിച്ചിട്ടേ ബാക്കി വേണ്ടു എന്നൊരു അലിഖിത നിയമം
ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൈസയൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഊരാളുങ്കലിനെ. സാധാരണ കരാറിൽ എങ്ങനെയാണ് പണിതിട്ടല്ലേ കൊടുക്കുക, ഇത് അങ്ങനെയല്ല ഇവരുടെ കാര്യത്തിൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇവർ സമയത്തിനൊന്നും ചെയ്തില്ല, വീഴ്ച വരുത്തി, ക്രമക്കേടുകൾ നടത്തി. എന്നിട്ടും കഴിഞ്ഞ 6 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് 6 കൊല്ലം എന്ന് പറയുമ്പോൾ. 6 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 11 തവണ ഇവർക്ക് കരാർ നീട്ടി നൽകി. സാധാരണ കരിമ്പട്ടികയിൽ പെടുത്തേണ്ട അടുത്താണ് വീണ്ടും വീണ്ടും നീട്ടി കൊടുക്കുന്നത്. ക്രമക്കേട് കണ്ടുപിടിച്ചിട്ടും നീട്ടിക്കൊടുത്തു. സോഫ്റ്റ്വെയറായിട്ട് ഊരാളുങ്കൽ വികസിപ്പിച്ചു 42 മൊഡ്യൂളുകൾ. ഈ 42 മൊഡ്യൂളുകളും ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തി. അത് നിയമസഭാ സെക്രട്ടേറിയറ്റ് 42 മൊഡ്യൂളും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ സഭാ നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി മാത്രമുള്ള 8 മൊഡ്യൂളുകൾ എങ്ങനെയെങ്കിലും ഉപയോഗക്ഷമമാക്കിയിട്ട് മൊത്തം തുക ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമം. അതായത് 42 മൊഡ്യൂള് തിരിച്ചയച്ചു, 8 എണ്ണം സഭാ നടപടിക്രമം മാത്രം അതിൻ്റെ മൊഡ്യൂൾ. അപ്പോൾ ആദ്യം നിശ്ചയിച്ചത് ഇതിൻ്റെ കരാർ തുക എന്ന് പറയുന്നത് 18.46 കോടി രൂപയാണ്. അത് മുഴുവൻ കിട്ടി എന്നുള്ള മട്ടിൽ അത് മുഴുവൻ കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ 12ാം തവണയും കാലാവധി നീട്ടിക്കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ക്രമക്കേടിൽ വിശദ പരിശോധന വേണമെന്ന് ഫയലിൽ അത് ഉദ്യോഗസ്ഥന്മാരങ്ങനെ നിർദ്ദേശിക്കുമല്ലോ. അല്ലെങ്കിൽ കേസ് വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പെട്ടുപോകും കോടതി കേസിൽ. പക്ഷേ നിയമസഭയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഇതുവരെ ഇത് പരിശോധിച്ചിട്ടില്ല. അതാണ് സാറേ പ്രധാനം. കാരണം ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഇത് പരിശോധിക്കാത്തതല്ല, അതായത് ഭരണകക്ഷിയിൽപ്പെട്ട സംഘടനയുടെ താല്പര്യാർത്ഥം അത് പരിശോധിപ്പിക്കാതിരിക്കാനുള്ള നീക്കം നടത്തുന്നു. ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനയിലെ ആളുകൾ അവിടെ വരാതിരിക്കാൻ ഇവർ കൃത്യമായി നീക്കം നടത്തും. IT മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന സെക്ഷൻ ഉണ്ടാവുമല്ലോ, ഈ സെക്ഷനിലേക്ക് പോകില്ല. ഇനി അതല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള, അതായത് എതിർ സംഘടനയിലുള്ള ആൾക്കാരെ അവിടെ നിർബന്ധപൂർവ്വം വെക്കും. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുറ്റം മുഴുവൻ ഇവരുടെ തലയിൽ വരും. അപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റി സബ് കോൺട്രാക്ട് കൊടുക്കുന്ന എക്സാലോജിക്കിനായിരുന്നു. സാഹചര്യം പറ്റാത്തതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഈ ഹാർഡ്വെയർ ആവശ്യങ്ങൾക്ക് മുൻകൂറായിട്ട് 9.4 കോടി രൂപ ഒരു കണക്കും കൊടുക്കാതെ 6 കൊല്ലമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റി കൈവശം വെച്ചിരിക്കുക. 9.4 കോടി രൂപ ബാങ്കിലിട്ടാൽ എത്ര കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആദ്യമേ ഊരാളുങ്കലിൻ്റെ കരാറിലൊക്കെ ആദ്യമേ അങ്ങോട്ട് പൈസ കൊടുക്കും ചെയ്യാനുള്ളതൊക്കെ. ഇത് അപ്പോൾ പിന്നെ മോശമാണോ, ഇത് നല്ലതാണോ, ആണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ കൊടുക്കേണ്ടത്. അതൊന്നുമില്ല, ആദ്യമേ പൈസ കൊടുക്കുക. 9.4 കോടി രൂപ ആദ്യം തന്നെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ആ തുകയുടെ ഇൻവോയ്സ് ഈ കഴിഞ്ഞ മെയ് 9-ാം തീയതി ആണ് ഊരാളുങ്കൽ ഹാജരാക്കിയത്. പക്ഷെ ആ ഇൻവോയ്സിൽ തുക ചെലവഴിച്ചതിൻ്റെ വിശദാംശങ്ങളൊന്നുമില്ല, എന്തിനൊക്കെ ചിലവാക്കി എന്നൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ടെക്നിക്കൽ കമ്മിറ്റി ചേർന്നിരുന്നു. ഈ വിശദാംശങ്ങളില്ലാത്തതുകൊണ്ട് ടെക്നിക്കൽ കമ്മിറ്റി തള്ളി. അത് പാർട്ടി എന്ത് പറഞ്ഞാലും ടെക്നിക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അല്ലല്ലോ, അതുകൊണ്ട് ടെക്നിക്കൽ കമ്മിറ്റി തള്ളി. അപ്പോൾ കണക്ക് കൊടുക്കാതെ അനധികൃതമായിട്ട് പണം കൈവശം വെച്ചിരിക്കുകയാണല്ലോ 2019 മുതൽ. അപ്പോൾ അന്ന് മുതലുള്ള പലിശ സഹിതം ഈ 9.4 കോടി രൂപയുടെ പലിശ സഹിതം 15 കോടി രൂപ ഊരാളുങ്കളിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ അതിൽ നടപടിയില്ല. ശരിക്കും വേണ്ടത് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് നിങ്ങളുടെയും എൻ്റെയും നികുതി എടുത്തല്ലേ കൊടുത്തിരിക്കുന്നത് 9.4 കോടി രൂപ. അതിൻ്റെ പണി ഊരാളുങ്കൽ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് 15 കോടി രൂപ പലിശ സഹിതം തിരിച്ചു പിടിക്കുക, ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക. ഇതാണ് സത്യത്തിൽ വേണ്ടത്. അതല്ല നടക്കുന്നത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ വേറെയും പാലം പൊളിഞ്ഞ കേസുമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി വയനാട്ടിലെ ആ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുകയും കൂടി വേണമല്ലോ. കാരണം മേൽക്കൂരയും സൺഷെയ്ഡും ഒന്നും ഇല്ല അതിന്. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളുടെയൊക്കെ വാറൻറ്റി തീർന്നു, വാറൻറ്റി പീരീഡ് കഴിഞ്ഞു കമ്പ്യൂട്ടറുടെ.
അപ്പം അതിൽ എന്നിട്ടും അതിൽ സജ്ജമാക്കേണ്ട സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് കിട്ടിയിട്ടില്ല. അതാണ് വിവരവും ബോധമുള്ള IT കമ്പനികൾ ധാരാളം ഉണ്ട്, അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഹാർഡ്വെയർ വർഷം 50 ലക്ഷം രൂപ ചെലവിൽ 5 വർഷത്തേക്ക് പരിപാലിക്കാൻ ഇനിയും ഊരാളുകളിന് 2.5 കോടി കൊടുക്കാനുള്ള നീക്കമുണ്ടെന്ന്. അതായത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ ഉണ്ടല്ലോ, അത് ഒരു വർഷം 50 ലക്ഷം രൂപ പരിപാലിക്കാൻ, 5 വർഷത്തേക്ക് അത് പരിപാലിക്കാനായിട്ട് 2.5 കോടി രൂപ ഊരാളുങ്കലിന് ഇപ്പോഴേ കൊടുക്കാനുള്ള ഇനിയും കൊടുക്കാനുള്ള നീക്കമുണ്ട്. അപ്പോൾ ഊരാളുങ്കൽ എന്ത് ചെയ്താലും മഹത്താണ്, പൈസയുണ്ട്, പൈസയും കൊടുക്കും. അപ്പോൾ ഈ ഊരാളുങ്കലിൻ്റെ ഈ തട്ടിപ്പാണ് നടത്തുന്നത്, അല്ലെ ഇതാണ് നടത്തുന്നുള്ള കാര്യം ഒരു പക്ഷേ ഇനി ഇടത് സർക്കാർ പോയി മറ്റൊരു ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നാൽ ഇതിൻ്റെ കൂടുതൽ നാറിയ കഥകൾ പുറത്തേക്ക് വരില്ലേ? ധാരാളം വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരിക്കും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാവും. അതിൻ്റെയൊക്കെ സൂചന ആ സ്വർണ്ണക്കടത്ത് കാലത്തുമൊക്കെ വന്നിരുന്നതാണ്. അതെ, ചില വണ്ടി ഇല്ലേ അവിടെ ഉണ്ട്, JCB. കാരണം എല്ലാ എക്യുപ്മെന്റ്സ് കുറയിലുണ്ട്. റോഡ് പണിയാൻ വേണ്ടുന്ന അത്യന്താധുനികമായ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു വശത്ത് ശരിയാണ്, പക്ഷെ മറുവശത്ത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കുക എന്നുള്ളത് റോഡ് പണിയല്ലല്ലോ, അല്ല, JCB കൊണ്ടല്ലല്ലോ അത് ചെയ്യുന്നത്. അല്ല, ഇത് മര്യാദക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു കമ്പനിക്ക് കൊടുക്കാൻ പാടില്ലേ? ഇത് എളുപ്പത്തിൽ ചെയ്ത് കിട്ടുമല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. പണിയെടുക്കാതെ 18 കോടി രൂപ തട്ടിയെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഊരാളുങ്കലിൻ്റെ ഈ നിയമസഭ പദ്ധതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.